ഹായ് ഫ്രണ്ട്സ്, ഇക്കൽ ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കുറെ ഫ്രണ്ട്സുകളുണ്ട് പുതുതായിട്ട് ഈ പ്രാവ് മേഖലയിൽ വന്ന്. അവർക്ക് എങ്ങനെയാണ് നമ്മളെ ഈ ബേർഡുകളെ പെയർ ചെയ്യിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു മെയില്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഫീമെയില്, അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് രണ്ടും മെയിലും ഫീമെയിലും ആയിരിക്കും. എഗ് ചെയ്ത ഫീമെയിലും ആയിരിക്കും, അതുപോലെ തന്നെ മെയില്. അവർ കൊണ്ടുവന്നുകൊണ്ട് ഇവർക്ക് പെയർ ചെയ്യിക്കേണ്ടത് എങ്ങനെ കറക്റ്റ് അറിയില്ല. കൊണ്ടുവന്ന അപ്പോൾ നമ്മൾ ഒരു കേജ് 2 ബേർഡിന് ഇട്ട് കഴിഞ്ഞാൽ അവർ കൊത്തുകൂടി അവരെ കണ്ണ് പൊട്ടിക്കാനും അതുപോലെ തന്നെ അവരെ തലയൊക്കെ കൊത്തി മുറിയാക്കാനൊക്കെ ചാൻസുകളുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ബേർഡിനെ എങ്ങനെ പെയർ ചെയ്യിക്കേണ്ട എന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് എന്താ നമ്മൾ പറയുന്നത് കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇത് ഇപ്പോൾ പ്രാവ് വളർത്തി പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാം എങ്ങനെയൊക്കെയാണ് പെയർ ചെയ്യിക്കേണ്ടത്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തുടക്കക്കാർക്ക് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളുന്നില്ല കറക്റ്റായിട്ട് പെയർ ചെയ്യിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ മുൻകൂട്ടി തന്നെ ബേർഡിനെ ഒരു കേജ് കൊണ്ടുപോയി വെട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി കൊത്തു കൂടി കഴിഞ്ഞാൽ പിന്നെ അവര് പെയർ ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇത് വെറും ഒരു 4-5 ദിവസത്തെ കാര്യമുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയാണ് ഞാൻ ഇത് പെയർ ചെയ്യിക്കുന്നതെന്ന് കറക്റ്റ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്റെ വീഡിയോ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ജോഡിയാക്കാൻ ഇരിക്കുന്ന ബേർഡ് ഏതാന്ന് ചോദിച്ചാൽ ഈ ചൈനീസോള് ഒരു റെഡ് റിവേഴ്സും അതുപോലെ തന്നെ ഇപ്പുറത്തെ കേജിലിട്ട ചൈനീസോൾ ഒരു യെല്ലോ കളർ ഫീമെയിലുമാണ്. ഇത് യെല്ലോ കളർ, ഇതൊരു ഫീമെയിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തെ കേജിലിട്ടുള്ളത് ചൈനീസോള് റിവേഴ്സ് ആണ്. മാർക്കിംഗ് ബേർഡാണ് മാർക്കിംഗ് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ബേർഡിനെ ജോഡിയാക്കുന്ന സമയത്ത് മെയിലിനെയും ഫീമെയിലിനെയും അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന രീതിയിലാണ് നമ്മൾ ബേർഡിനെ ഇടേണ്ടത്. ഇപ്പൊ ഒരു കേജിൽ ഇട്ടുന്നത് നമ്മള് ഇത് മെയിലാണ്, അപ്പം ഇത് ഫീമെയില്. ഈ 2 ബേർഡും കേജുകളിൽ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവര് 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവര് ജോഡിയാൻ ശ്രമിക്കും. ജോഡിയാൻ ഇവര് നെറ്റ് അപ്പുറത്തും കാണുന്ന സമയത്ത് ഇവര് വല്ലാതെ കൊത്തുകൂടൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ഇട്ടിട്ട് ഇപ്പൊ 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവര് ജോഡി അയക്കണോ എന്ന് വേണമെന്ന് ഇട്ട് നോക്കാം, കൊത്തുകൂടുന്നുണ്ടോന്നൊക്കെ. അപ്പൊ ഇതിന്റെ കയ്യിലൊരു മെയിലൊരു സിംഗിൾ ആയിട്ടുണ്ടേനി, ഒരു ഫീമെയിൽ ഞാൻ വാങ്ങിച്ചാണ്. അപ്പം നമ്മള് പിന്നെ മെയിലും ഫീമെയിലും കൺഫേം ആക്കി തന്നെ എടുക്കണം. എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ളത് മെയിലും ഫീമെയിലും നമുക്ക് കൺഫേം ആയിട്ട് തന്നെ എടുക്കണം. നമ്മൾ അറിയുന്ന ആളുകളടുത്ത് തന്നെ വാങ്ങിക്കണം. മെയിലും ഫീമെയിലും കൺഫേം ആയിട്ട് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും മെയിലാണെന്നുണ്ടെങ്കിൽ ജോഡി ആവില്ല കേട്ടോ. മെയിലും ഫീമെയിലും കൺഫേം ആക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പൊ നമ്മള് കിട്ടുന്നില്ല. അപ്പൊ ഈ ഫീമെയിലിനെ പിടിച്ചിട്ട് നമുക്കിനി ഇതാണ് കേട്ടോ ഫീമെയിൽ. അപ്പൊ ഈ ഫീമെയിലിനെ നമ്മൾ മെയിലിന്റെ കേജിക്ക് ഇടാൻ പോവാണ്. അപ്പൊ ഇവരെ കൊത്തുവോന്ന് അറിയില്ല. അപ്പൊ നമ്മൾ 2 ദിവസം ആയിട്ടുള്ളൂ. ശരിക്കും ഒരാഴ്ച നമ്മള് ഇവരെ ഇടണം. അങ്ങനെ ഒരാഴ്ച നമ്മൾ ഇട്ടാലേ ശരിക്കും ഒരു ജോഡി ആകുള്ളൂ. നമുക്ക് നോക്കാം ഇവര് കൊത്തുകൂടുന്നുണ്ടോന്ന്. മെയില് വല്ലാതെ കൊത്തുകൂടണൊന്നുമില്ല. മെയില് സിംഗിൾ ആയിട്ട് കിടക്കുക എന്റെ കയ്യില്. അപ്പൊ നമ്മള് ജോഡിയാക്കുന്ന സമയത്ത് എന്തായാലും മെയിലും ഫീമെയിലും നമ്മൾ കൺഫേം ആക്കിട്ട് തന്നെ വേണം കേട്ടോ. അപ്പൊ ഇതില് ഞാനിപ്പോ എന്റെ കയ്യിൽ ഒരു സിംഗിൾ ആയിട്ടൊരു മെയിൽ ഉണ്ടേനി. ഈ ചൈനീസോള് ഒരു മെയിലായി കിടക്കേനി. അപ്പം ഇവർക്ക് ഫീമെയിലിനെ ഞാനിപ്പോ വാങ്ങിച്ചതാണ്. ഒരു ബ്രീഡിങ് ഫീമെയിലാണിത്. ഇത് പിന്നെ സാൻഡൽ കളർ സാധാ ചൈനീസോളാണ്. ഇപ്പൊ 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ അപ്പൊ ഇതിക്ക് എടുത്തിട്ടത്. അപ്പൊ ഇനി ഞാൻ ഇപ്പുറത്തെ കേജിക്ക് തന്നെ ഇടുകയാണ്. ശരിക്കും ഒരാഴ്ച കൊത്തുന്നുണ്ടാവും. ശരിക്കും ഒരാഴ്ച അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ജോഡിയാവും. ഒരാഴ്ച അങ്ങനെ ഇട്ട് വെക്കാന്നുണ്ടെങ്കിൽ ഒരു ജോഡിയാവും. അല്ലാതെ കൊത്തുന്നൊന്നുമില്ല. അപ്പൊ
അപ്പൊ നമുക്ക് ഇതിനെ പുറത്തെ കേജിൽ തന്നെ പിടിച്ചിടാം. അപ്പൊ ഞാൻ ഇതിനെ പുറത്തെ കേജിൽ തന്നെ എടുത്തിട്ടു. ഇപ്പോഴവര് അല്ലാതെ കൊത്തുകൊണ്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് നമ്മൾ ജോഡി ആക്കേണ്ടത്. മെയിലിനും ഫീമെയിലിനും അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അവര് കറക്റ്റ് ജോഡിയാവും. പിന്നെ നമുക്ക് ഇവര് ജോഡി ആയിന്ന് അറിയാനും കഴിയും. ഈ നെറ്റിന്റെ ഈ അറ്റത്ത് രണ്ടും ഇതിനറ്റത്തൊന്ന് കടക്കും, രണ്ടും എടുത്തൊന്ന് കടക്കും. അപ്പൊ കറക്റ്റ് നല്ല ജോഡി ആയിക്കിടുന്നുണ്ടെങ്കിൽ എടുത്തൊന്ന് കടക്കും ഇവര്. പക്ഷെ ഇവരിപ്പോ ഞാനിത് കൊണ്ടുവന്നിട്ടിട്ട് 2 ദിവസം ആയതുകൊണ്ടാണ് ഇത് ശരിക്കും ഇപ്പം അങ്ങോട്ട് കുറുകി ചെല്ലാത്ത. ഫീമെയില് നല്ല പേടിയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫ്രണ്ട്സ് നമ്മള് കറക്റ്റ് ജോഡി ആക്കേണ്ടത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ കമന്റ് ചെയ്യുക, റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.